ഇപ്പോൾ വി ഡി സതീശൻ ഞങ്ങൾ സഹോദര സംഘടനകളാണ്, ചേർത്ത് നിർത്തും. ഞങ്ങളുടെ ചില സ്ഥാനാർത്ഥികൾക്ക് അവർക്ക് മേധാവിത്വമുള്ള സ്ഥലത്ത് നമ്മൾ അറിഞ്ഞിട്ടില്ല, അവർ കൊണ്ട് ജയിപ്പിച്ചും കൊണ്ട് തന്നു. ഞങ്ങൾക്ക് മേധാവിത്വമുള്ള സ്ഥലങ്ങളിൽ അവരുടെ ചില സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. പരസ്പരം എല്ലാ കക്ഷികളും, കേരള കോൺഗ്രസിൻ്റെ ആണെങ്കിലും മറ്റ് ഘടകകക്ഷികളുടെ ആണെങ്കിലും എല്ലാവരും അങ്ങനെ ചെയ്തത്. ആ ഒരു ടീം UDFന്റെ പ്രവർത്തനത്തിന് തങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടിയ പിന്തുണയ്ക്ക് നന്ദി പറയാൻ കൂടിയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ വളരെ അഭിമാനത്തോടും ആവേശത്തോടും കൂടിയാണ് അദ്ദേഹത്തെ കാണാൻ വന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുപോലെ തന്നെ ഒരുമിച്ച് ഇനിയൊരു വർക്കുണ്ട്. ഈ നാടിനെ മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ടീമായിട്ട് ഞങ്ങൾ ഇന്ന് വർക്ക് ചെയ്യും, ഒരുമിച്ച് ഇന്ന് വർക്ക് ചെയ്യും. ഒരു ഭിന്നിപ്പുണ്ടാക്കുക ഒരാളും വരണ്ട, അതിനൊക്കെയുള്ള നല്ല ചുട്ട മറുപടി അപ്പം കിട്ടും. സീബ, ഒരു കാര്യം കൂടി, അവസാന UDF സർക്കാരിൽ ലീഗിന്റെ സ്റ്റാറ്റസ് കോ 5 പേരായിരുന്നു ക്യാബിനറ്റിൽ. ഇത്തവണയും അതങ്ങനെ? അതൊക്കെ ഘടകകക്ഷികൾ തമ്മിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര വേഗത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. മുഴുവൻ മന്ത്രിമാരും തിങ്കളാഴ്ച മുഖ്യമന്ത്രിയോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യാണ്, മുഴുവൻ മന്ത്രിമാരും. ആ ഘടകകക്ഷികളുടെ ചർച്ചയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം പിന്നിട്ട് കഴിഞ്ഞു. കറക്റ്റായിട്ട് സമയത്ത് ആദ്യം നിങ്ങളോട് പറയുള്ളൂ, തീർന്നു കഴിയുമ്പോൾ വേറെ ആരോടും പറയില്ല. ഒരു തർക്കം ഉണ്ടാവില്ല. ഈ ഒരു തർക്കമോ, ഞാനിവിടെ 140 സീറ്റ് ഞങ്ങളെല്ലാവരും ചേർന്ന് വിഭജിച്ചിട്ട് ഒരു അവസരം കിട്ടിയ ഞാൻ കണ്ട അന്ന് ഞാനത് പ്രഖ്യാപിച്ച ദിവസം നിങ്ങളൊക്കെ അന്തം വിട്ട് നിൽക്കുക. ഇതെന്താണ് UDFൽ ഒരു അവസരം പോലും ഇല്ലാതെ 140 സീറ്റ് വിഭജിച്ചില്ലേ? അതുപോലെ ഞാൻ നാളെ പറയാം. അപ്പോഴും നിങ്ങൾ ഒന്ന് ഞെട്ടും, ഒരവസരം ഇല്ലാതെ ഇത് തീർന്നു പോരെ. നിങ്ങൾ പക്ഷെ വേറെ ആരോടും പറയാതെ നിങ്ങളോട് ആദ്യം പറയുള്ളൂ. പിന്നെ മന്ത്രിമാരുടെ പട്ടിക നാളെ ഗവർണർക്ക് കൈമാറും. അത് നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടേ കൊടുക്കുള്ളൂ. അവിടെ നിങ്ങളോട് പറയാതെ ചെയ്യും. തങ്ങളപ്പോ ഈ 5 ഉണ്ടാവും എന്ന് ഉറപ്പിക്കാം. നാളെ മനസ്സിലാവും. നാളെ എന്നുണ്ടെങ്കിൽ ഉണ്ടാവും എന്നാ പറഞ്ഞത്. അപ്പൊ ഞാനെന്നറിയാം. പാണക്കാട് ഹൗസിലെത്തി ലീഗ് നേതാക്കളെ സന്ദർശിക്കുകയായിരുന്നു നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാദിഖലി തങ്ങൾ അവസാനം പറഞ്ഞത് നാളെ എന്നൊന്നുണ്ടെങ്കിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അത് 5 മന്ത്രിമാർ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ മറുപടി. അപ്പോൾ ലീഗിന് 5 മന്ത്രിസ്ഥാനം ഏറെക്കുറെ ഇത്തവണയും ഉണ്ടാകും, അവർ അത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന പോലെയാണ് നിലവിലെ പ്രതികരണങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഒരവസരവും ഉണ്ടാവില്ല എന്ന് നിയുക്ത മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ കൂടി പറയുകയാണ്. അതായത് മറ്റു തർക്കങ്ങളൊന്നും ഉണ്ടാവില്ല. നാളെ മന്ത്രിമാരുടെ ലിസ്റ്റ് അത് ഗവർണർക്ക് കൈമാറും, മാധ്യമങ്ങളെയും അത് അറിയിക്കും. അതുകൊണ്ട് ഒരവസരമോ തർക്കമോ ഒന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ്. VSനുമാണ് അവിടെ പാണക്കാട് ഹൗസിൽ ഉള്ള ഈ കൂടിക്കാഴ്ചയുടെ ഭാഗമായി വിവരങ്ങൾ ശേഖരിക്കാൻ അവിടെ എത്തിയിരുന്നത്. VSനും അതായത് ലീഗ് 5 മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു. അത് തന്നെ അത്രയധികം സന്തോഷത്തോടെയാണ് അവരെല്ലാവരുടെയും പ്രതികരണം ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. നാളെ എന്നൊന്നുണ്ടെങ്കിൽ അതുണ്ടാകും എന്നാണല്ലോ തങ്ങൾ അവിടെ നിന്നും പറഞ്ഞത്. നിർണായകമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു അവിടെ പാണക്കാട് ഹൗസിൽ നടന്നിരുന്നത്. ലീഗ് നേതാക്കളുമായി നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തി. ലീഗ് 5 മന്ത്രി സ്ഥാനം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലൊക്കെ എന്താകും, 4 മന്ത്രിസ്ഥാനവും മറ്റേതെങ്കിലും സ്ഥാനവും നൽകുകയായിരിക്കുമോ എന്നൊക്കെയായിരുന്നു നമ്മൾ നോക്കിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഈ ചർച്ചയ്ക്ക് ശേഷമുള്ള പ്രതികരണങ്ങൾ നോക്കുമ്പോൾ തീർച്ചയായും 5 മന്ത്രിസ്ഥാനം ലീഗ് ഉറപ്പിച്ച മട്ടാണ് നിലവിലുള്ളത്. അത്തരത്തിൽ സന്തോഷകരമായ മറ്റ് അതൃപ്തിയൊന്നും ഇല്ലാത്ത തരം ഒരു പ്രതികരണമാണ് കണ്ടിരിക്കുന്നത്. 5 ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് നാളെ എന്നൊന്നുണ്ടെങ്കിൽ അതുണ്ടാകുമെന്നാണ് പാണക്കാട് സാദിഖലി തങ്ങൾ പറഞ്ഞത്. അതിന് നാളെ തന്നെ ഏതായാലും വലിയ അവസരങ്ങളൊന്നുമില്ലാതെ, വലിയ തർക്കങ്ങളൊന്നുമില്ലാതെ ഈ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പൂർത്തിയാക്കി നാളെ തന്നെ ഗവർണർക്ക് ആരൊക്കെയാണ് മന്ത്രി എന്നുള്ളതിൻ്റെ ലിസ്റ്റ് കൈമാറും. അത് മാധ്യമങ്ങളെയും അറിയിക്കുമെന്ന് വി ഡി സതീശൻ പറയുന്നു. അദ്ദേഹവും വലിയ ആത്മവിശ്വാസത്തിലാണ്. തർക്കങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴും നമ്മൾ ആലോചിക്കുന്നത്, ഉറ്റുനോക്കുന്നത് ഇപ്പോൾ ഒരു വലിയ ചോദ്യമായുള്ളത് രമേശ് ചെന്നിത്തലയെ ഈ സമയത്തിനുള്ളിൽ അനുനയിപ്പിക്കുമോ എന്നുള്ളതാണ്. അദ്ദേഹം മന്ത്രിസഭയിലേക്ക് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലാണ് ഒരു തീരുമാനം വരേണ്ടത്. ആ ചർച്ചകൾ, അനുനയ ശ്രമങ്ങൾ എന്താകും എന്നുള്ളത് ഉറ്റുനോക്കുന്നു. അത് KC വേണുഗോപാൽ ഈ ഉഭയകക്ഷി ചർച്ചയിൽ ഉറപ്പായും കോൺഗ്രസിൻ്റെ എത്ര മന്ത്രിമാരുണ്ടാകുമെന്ന് ഉള്ള ചർച്ചകൾക്കിടയിൽ അദ്ദേഹത്തിനായി, രമേശ് ചെന്നിത്തലയ്ക്കായി വാദിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അത് അദ്ദേഹം ആഭ്യന്തരം രമേശ് ചെന്നിത്തലയ്ക്കായി ആവശ്യപ്പെടുമെന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. VSനു തുടരുന്നു. VSN,
VS അനു, നേരത്തെ ശബ്ദത്തിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കേൾക്കാമെങ്കിൽ 5 മന്ത്രിസ്ഥാനം അത് ലീഗ് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്നു. ഏറെക്കുറെ അദ്ദേഹം അത്രയധികം സന്തോഷകരമായ ഒരു പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് സാദിഖലി തങ്ങളുടെ വാക്കുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാളെയൊന്നുണ്ടെങ്കിൽ അത് ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് പാണക്കാട് ഹാളിൽ ഇപ്പോൾ അല്പസമയം മുമ്പ് നടന്നത്. നിയുക്ത മുഖ്യമന്ത്രിയും VD സതീശൻ നേരിട്ടെത്തി പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരുമായി വിശദമായ കൂടിക്കാഴ്ച നടത്തി. ഒരു കാര്യം ഉറപ്പിക്കാം, ഈ 5 മന്ത്രി നേരത്തെ ഉണ്ടായിരുന്ന 5 മന്ത്രിയും എന്നതിൽ ഒരു കുറവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷേ UDFന്റെ ഇങ്ങനെ മിന്നും വിജയത്തിലേക്ക് ഒരു പ്രധാന ഘടകം അത് ലീഗിൻ്റെ ഒരു പ്രകടനം അക്കാര്യത്തിൽ ഒരു തരത്തിലും നമുക്ക് തള്ളി പറയാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് സ്വാഭാവികമായും അവർ ആഗ്രഹിക്കുന്ന സീറ്റുകളിലേക്ക് അല്ലെങ്കിൽ അത് പറയാതെ തന്നെ നൽകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഏതായാലും PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലാവരും വളരെ ആത്മവിശ്വാസത്തോടു കൂടിയും സന്തോഷത്തോടുകൂടിയുമാണ് ഈ കൂടിക്കാഴ്ച കാണുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പാണക്കാട് ഹാളിൽ തന്നെയാണ്. ഏതായാലും ഈ പറയുന്ന ഉഭയകക്ഷി ചർച്ചകൾ ഉച്ചയ്ക്ക് ശേഷവും തുടരും. നാളെ തന്നെ ഈ പട്ടിക കൈമാറാനാണ്, മന്ത്രിമാരുടെ പട്ടിക നാളെ തന്നെ കൈമാറും. ഒരുപക്ഷെ എല്ലാ മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞയും നാളെ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അബ്ദുൽ വഹാബ്, നേതാക്കൾ പറയും ഇപ്പോൾ സാദിഖലി തങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട്. ഏതായിരുന്നാലും PMA സലാം സർ, ഈ ചർച്ച എങ്ങനെയാണ് കാണുന്നത്? ചർച്ച എങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ ചർച്ചകളെ കാണുന്നത്? ഇവിടെ ചർച്ചയില്ലല്ലോ. അദ്ദേഹം തങ്ങളെ കണ്ട് പിന്നെ കോർട്ടസി വിസിറ്റാണ്, വേറെ ഒന്നുമില്ല, ചർച്ചയൊന്നും ഉണ്ടായില്ല. ഈ മന്ത്രിമാരുടെ കാര്യത്തിൽ ഇന്നലെ തീരുമാനം ഉണ്ടാവും ഒക്കെ ഇന്നല്ല, നാളെ ഗവർണർക്ക് ലിസ്റ്റ് കൊടുക്കും. അതിന് മുമ്പ് മന്ത്രിമാരെ എണ്ണും തങ്ങൾ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നാളെ ഉച്ചയ്ക്ക് മുമ്പ് മുഖ്യമന്ത്രിയോട് പറഞ്ഞല്ലോ, നാളെ ഉച്ചയ്ക്ക് മുമ്പ് എല്ലാം തീരുമാനമാവും. ഒരു പ്രശ്നങ്ങളില്ല, എല്ലാ പ്രശ്നവും ഉണ്ടാവില്ല. തീർച്ചയായും ഇപ്പോൾ PMA സലാം പറഞ്ഞതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളില്ലാതെ ഈ ഉഭയകക്ഷി ചർച്ചകളെല്ലാം പൂർത്തിയാക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഏതായിരുന്നാലും നാളെ രാവിലെയോട് കൂടി തന്നെ ഈ മന്ത്രിമാരുടെ പട്ടിക കൈമാറാൻ ഗവർണർക്ക് കൈമാറും എന്നാണ് ലീഗ് നേതാക്കളും അതുകൂടാതെ തന്നെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെയുള്ളവർ നമ്മൾ പറയുന്നത്.